മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതിയിലേക്ക് പുതിയ അംഗത്തെ നാമനിർദ്ദേശം ചെയ്യണമെന്ന് സംസ്ഥാനത്തോട് ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റിയുടെ നിർദ്ദേശം. കേരള സർക്കാർ പ്രതിനിധിയായ TR ശിവരാജിനെ മാറ്റി ഉത്തർപ്രദേശ് പ്രതിനിധി ML ശർമ്മയെ ഉൾപ്പെടുത്തിയത് വലിയ വിവാദമായിരുന്നു. ഇതോടെയാണ് ഇപ്പോൾ പുതിയ നീക്കം. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും. രാഹുൽ പറയൂ. ഷിഹാസ്, ഈ തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ വന്നതിന് പിന്നാലെ നയപ്രഖ്യാപനം നടത്തുകയും അതിൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണ്ട, നിലവിലുള്ള അണക്കെട്ട് സുരക്ഷ വർദ്ധിപ്പിച്ചാൽ മതി എന്ന കാര്യം നയപ്രഖ്യാപനത്തിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഇതിനിടയിലായിരുന്നു മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതിയിൽ നിന്നും കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കുകയും ചെയ്തത്. ഈ രണ്ട് സംഭവം കൂടി ആയപ്പോഴേക്കും ഈ മുല്ലപ്പെരിയാറിന്റെ തീരദേശത്തുള്ള ആളുകൾക്കൊക്കെ വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. ഇത് സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തെ പ്രതിപക്ഷവും വലിയ രീതിയിൽ ആശങ്ക പങ്കുവച്ചു കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കേരളത്തോട് പുതിയ അംഗത്തെ നാമനിർദ്ദേശം ചെയ്യണമെന്നാണ് ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. കേരള സർക്കാരിനെ പ്രതിനിധിയായിട്ട് TR ശിവരാജനായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. പക്ഷേ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയും ശിവരാജനെ മാറ്റിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം ഉണ്ടാകാതെ ഉത്തർപ്രദേശ് പ്രതിനിധിയായിട്ടുള്ള ML ശർമ്മയെ ഉൾപ്പെടുത്തിയതും വലിയ വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പുതിയ നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതോടെ കേരളത്തിന്റെ ഒരു സമ്മർദ്ദം ഫലം കണ്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം കേരളത്തിന്റെ ഒരു പ്രതിനിധി ഇല്ലാതെ കേരളത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ല എന്നതായിരുന്നു കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. കാരണം കേരളത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ പെരിയാർ ഉൾപ്പെടെ കടന്നു പോകുന്നതും കേരളത്തിലൂടെയാണ്. അപ്പോൾ പെരിയാർ തീരദേശവാസികളുടെ ആശങ്കയൊക്കെ പങ്കുവെക്കണമെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി വേണം. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി മാറിയതോടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിവുമില്ലാത്ത ഉത്തർപ്രദേശ് സ്വദേശി വരുമ്പോൾ ആ കാര്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുന്നതിന് പ്രതിസന്ധി ഉണ്ട്. അതുകൊണ്ട് കേരള പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്ന് പല രീതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ജലവിഭവ വകുപ്പ് മന്ത്രിയായിട്ടുള്ള മോൻ ജോസഫ് പറയുന്ന അനുസരിച്ച് പുതിയ അംഗത്തെ ഉടൻ തന്നെ നാമനിർദ്ദേശം ചെയ്യും എന്നാണ് പറയുന്നത്. ഒരുപക്ഷേ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു പുതിയ പ്രതിനിധിയെ കണ്ടെത്തിയ ശേഷം നാമനിർദ്ദേശം ചെയ്യാൻ തന്നെയാണ് സാധ്യത. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇടുക്കിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള തീരുമാനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി.